എല്ലാ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ ഹൈപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഫസ്റ്റത്തെ മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ. ഒരു സംഘം ആളുകൾ നമ്മുടെ ഭാവിയെ നശിപ്പിക്കാൻ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തടയാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ഒരു സയൻസ് ഫിക്ഷൻ ഡാർക്ക് കോമഡി ത്രില്ലർ ചിത്രമായ ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം വെബ് സീരീസാണ് കാസർഗോഡ് എംബസി. അതീഷ് M. നായരുടെ സംവിധാനത്തിൽ അബു സലീം, കബീർ ദുഹാൻ സിംഗ്, ദീപക് പറമ്പോൾ, സുധീഷ്, ദിനേഷ് പ്രഭാകർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് കാസർഗോഡ് എംബസി. ഈ സീരീസിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അബു സലീം വ്യത്യസ്തമായ റോളിലെത്തുന്ന പ്രത്യേകതയും ഈ സീരീസിനുണ്ട്. 7 എപ്പിസോഡുള്ള ഈ സീരീസ് മാർച്ച് 20 മുതൽ C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. എമ്മ തോംസൺ പ്രധാന വേഷത്തിലെത്തിയൊരു ക്ലാസിക് ക്രൈം ത്രില്ലർ സർവൈവൽ മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. ലാൻഡ്സ്കേപ്പ് പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഡിഫറെന്റ് മാൻ. ആറോൺ ഷിംബർഗ് സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ് എ ഡിഫറെന്റ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് മർദാനി 3. മർദാനി സീരീസിലെ 3ാം ഭാഗമാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജി ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. യാഷാജ് ഫിലിംസിന്റെ ബാനറിൽ ആദിത്യ ചോപ്ര നിർമ്മിച്ച് അഭിരാജ് മിനാവാൽ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് മർദാനി 3. റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദ്, ജിഷു സെൻഗുപ്ത, ജാനകി ബോഡിവാല എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഹേ ബൽവന്ത്. ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് ഹേ ബൽവന്ത്. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ മാർച്ച് 7 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വിക്ഡ് ഫോർ ഗുഡ്. ഇതിന്റെ ഫസ്റ്റ് ഭാഗമായ വിക്ഡ് എന്ന മൂവിയുടെ 2ാം ഭാഗമാണ് വിക്ഡ് ഫോർ ഗുഡ്. ഒരു മ്യൂസിക്കൽ ഫാന്റസി മൂവിയായ വിക്ഡ് ഫോർ ഗുഡ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ ഇന്ത്യക്കകത്ത് സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി US-ൽ മാർച്ച് 20 പീകോക്ക് OTT പ്ലാറ്റ്ഫോം വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ജഡാധാര. വെങ്കട്ട് കല്യാൺ സംവിധാനം ചെയ്ത് സുധീർ ബാബു, സൊനാക്ഷി സിൻഹ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ജഡാധാര. C5ലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശ്വൽ ഭരദ്വാജിന്റെ സംവിധാനത്തിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 2026 ഫെബ്രുവരി മാസം റിലീസ് ചെയ്തൊരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഓ റോമിയോ. 10 വർഷങ്ങൾക്ക് ശേഷം വിശ്വൽ ഭരദ്വാജും ഷാഹിദ് കപൂറും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സംഗീതത്തിനും ആക്ഷനും പ്രാധാന്യം നൽകുന്ന ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമായിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസാണ് കാട്ടാൻ. M. മണികണ്ഠൻ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനായെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ് കാട്ടാൻ. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 2026 മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ആക്ഷൻ വാർ മൂവിയാണ് ബോർഡർ 2. ബോർഡർ മൂവിയുടെ 2nd പാർട്ടാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സണ്ണി ഡിയോളിനെ കൂടാതെ വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു എപ്പിക് ഫാന്റസി കോമഡി ആക്ഷൻ മൂവിയായ ആട് 3യുടെ പ്രീസെയിൽ റിപ്പോർട്ടാണ്.
മാർച്ച് 15 മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ മൂവി മാർച്ച് 15 രാത്രിയോടെ 45 ലക്ഷം ക്രോസ് ചെയ്യുകയും ഇപ്പോൾ ഇത് 1 കോടി ക്രോസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഏകദേശം 58,000 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് എപ്പിക് ഫാന്റസി ചിത്രമായ ആട് 3 മാർച്ച് 19 തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. ജയസൂര്യ നായകനായ ഈ വമ്പൻ കോമഡി ഫാന്റസി ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ വേണുകുന്നമ്പള്ളിയും വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയുള്ള ഫ്രൈഡേ ഫിലിംസും ചേർന്നാണ്. നമുക്ക് കാത്തിരിക്കാം ആട് 3യുടെ വരവിന് വേണ്ടി. അടുത്ത മൂവി ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.